കളമശ്ശേരി ഭീകരാക്രമണ കേസിലെ പ്രതി ഡൊമിനിക് മാർട്ടിൻ ബോംബുണ്ടാക്കിയ രീതി വിദേശ നമ്പറിലേക്ക് അയച്ചുവെന്ന് കണ്ടെത്തൽ. ചിത്രങ്ങൾ അടക്കമാണ് അയച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിദേശ ബന്ധത്തിൽ വീണ്ടും അന്വേഷണം നടത്താൻ തീരുമാനമെടുത്തത്. ഇന്റർപോളിന്റെ സഹായത്തോടെയുള്ള അന്വേഷണത്തിന് ആഭ്യന്തര വകുപ്പ് അനുമതി നൽകിയിരുന്നു. നേരത്തെ തന്നെ ഈ വിഷയത്തിൽ അന്വേഷണം വേണമെന്നൊക്കെ വിവിധ മേഖലകളിൽ നിന്നുള്ളവർ ആവശ്യപ്പെട്ടിരുന്നു. ഈ ബോംബുണ്ടാക്കിയ രീതി വിദേശ നമ്പറിലേക്ക് എന്തിനയച്ചു, അയച്ചത് ആർക്ക് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇനി തെളിയാനിരിക്കുന്നത്. എസ് ശരൺ ചേരുന്നു. ശരൺ, ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ വിദേശ ബന്ധമുണ്ട് ഈ സ്ഫോടനത്തിന് പിന്നിലെന്നാണോ മനസ്സിലാക്കേണ്ടത്? അതായത് കളമശ്ശേരി ഭീകരാക്രമണ കേസിൽ കഴിഞ്ഞ ഏപ്രിലിൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്നതാണ്. അതിന് പിന്നാലെയാണ് വിദേശ ബന്ധം വീണ്ടും അന്വേഷിക്കാൻ തീരുമാനം എടുത്തിരുന്നത്. പ്രധാനമായും ഇന്റർപോളിന്റെ സഹായത്തോടു കൂടി അന്വേഷണം നടത്തുന്നതിന് ആഭ്യന്തര വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറി അനുമതി നൽകുകയും ചെയ്തിരുന്നു. അതിന്റെ പകർപ്പടക്കം നമ്മൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ എന്തടിസ്ഥാനത്തിലാണ് ഈ വിദേശ ബന്ധം എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്താൻ കഴിയുന്നത്. അതായത് പ്രതി ഡൊമിനിക് മാർട്ടിൻ ബോംബ് ഉണ്ടാക്കിയ രീതി വിദേശ നമ്പറിലേക്ക് അയച്ച് നൽകിയെന്നുള്ളതായിരുന്നു കണ്ടെത്തൽ. അതിന്റെ അടിസ്ഥാനത്തിൽ അത് ചിത്രങ്ങൾ അടക്കമാണ് അയച്ചു നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും വിദേശ ബന്ധം അന്വേഷിക്കാനുള്ള തീരുമാനം. പ്രധാനമായും ഈ ബോംബ് ഉണ്ടാക്കിയ രീതി ഇത്തരത്തിൽ അയച്ചു നൽകുന്നത് പറയുമ്പോൾ തന്നെ മറ്റാർക്കെങ്കിലും ഈ കേസിൽ പങ്കുണ്ടോ എന്നുള്ള അന്വേഷണ സംഘം വിശദമായി തന്നെ പരിശോധിക്കുകയാണ്. നേരത്തെ 3 നമ്പറുകളിലേക്ക് ഇത്തരത്തിൽ ചിത്രങ്ങൾ സഹിതം അയച്ചു നൽകിയെന്നുള്ളതായിരുന്നു അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നത്. അതിൽ ഒരു നമ്പർ വിദേശ നമ്പറാണ്. അപ്പോൾ ആ വിദേശ നമ്പർ അത് ഉപയോഗിക്കുന്നത് ആരാണ്, അയാളുമായിട്ട് ഏത് തരത്തിലുള്ള ബന്ധമാണ് പ്രതി ഡൊമിനിക് മാർട്ടിൻ ഉള്ളത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്താനാണ് ഇപ്പോൾ ഇന്റർപോളിന്റെ സഹായത്തോടെയുള്ള അന്വേഷണത്തിന് തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ പ്രത്യേക അന്വേഷണ സംഘം DGP മുഖേനയാണ് അപേക്ഷ ആഭ്യന്തര വകുപ്പിന് നൽകിയിരുന്നത്. അങ്ങനെ ആഭ്യന്തര വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറി ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കുകയും ചെയ്തിരുന്നു. അതിൽ പ്രധാനമായും നമുക്കറിയാം ഇന്റർപോളിന്റെ കേരളത്തിലെ ലേസർ ഓഫീസർ എന്ന് പറയുന്നത് ക്രൈംബ്രാഞ്ച് IG ആണ്. അപ്പോൾ ക്രൈംബ്രാഞ്ച് IG-യോടാണ് ഇത് സംബന്ധിച്ചുള്ള തുടർ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തത്. അങ്ങനെ ക്രൈംബ്രാഞ്ച് IG ഇത് സംബന്ധിച്ചുള്ള തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനിടയിൽ കൂടിയാണ് എന്തടിസ്ഥാനത്തിലാണ് ഈ വിദേശ ബന്ധത്തിൽ അന്വേഷണം എന്നുള്ള കാര്യത്തിലുള്ള വിവരം കൂടി നമുക്ക് പുറത്തുവിടാൻ കഴിയുന്നത്. ശരി.